ഇനി നമുക്ക് വാർത്തകളിലേക്ക് വീണ്ടും വരാം. ആറ്റുകാൽ പൊങ്കാല ശുചീകരണ വിവാദത്തിൽ വെട്ടിലായി CPM. ക്ഷേത്ര പരിസരത്തെ ശുചീകരണം തങ്ങളുടെ ഉത്തരവാദിത്വം ആണെന്ന് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ തുറന്നു പറച്ചിലോടെ വിവാദത്തിൽ CPM കള്ളക്കളി പുറത്തായി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ക്ഷേത്രത്തിന് മുമ്പിലുള്ള അല്ലെങ്കിൽ ക്ഷേത്ര സങ്കേതത്തിൽ ഉള്ള പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവാദിത്വം ക്ഷേത്ര ട്രസ്റ്റിന് തന്നെയാണ്. അപ്പോൾ ആ ക്ഷേത്ര ട്രസ്റ്റ് അക്കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വിവാദപരമായ പ്രസ്താവനയുമായി മന്ത്രിമാർ രംഗത്ത് വന്നത്. ഇന്നലെ മേയർ അതിൽ നിന്നും അതിൻ്റെ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ആദ്യം നമുക്ക് ആ വാക്കുകളിലേക്ക് വരാം. ഇങ്ങനെ ഈ ക്ഷേത്രഭൂമി കോർപ്പറേഷൻ വൃത്തിയാക്കില്ലെന്നൊക്കെയാണ് വ്യാപകമായിട്ട് പരാതി വരുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞവരത് ചോദിക്കുക, എനിക്കറിഞ്ഞില്ല. അതായത് ഈ ക്ഷേത്രഭൂമിയിൽ കിടക്കുന്ന മാലിന്യങ്ങളും അടക്കമുള്ള എല്ലാം ചുടുകട്ട അടക്കമുള്ള എല്ലാം വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന് കാലാകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇക്കൊല്ലം നമ്മൾ ചെയ്യുന്നു. അതിനെ ആര് സഹകരിച്ചാലും അവരെല്ലാം നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും. അവർ വന്നിട്ട് സഹായിക്കാറുണ്ട്. കോർപ്പറേഷൻ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് വൃത്തിയാക്കും. കോർപ്പറേഷൻ സഹകരിക്കുകയാണെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തും. അത് ആരെ സഹകരിച്ചാലും അവരെയൊക്കെ ഉൾപ്പെടുത്തും. അത്രേ ഉള്ളൂ. ഇത് വൃത്തിയാക്കുന്ന ടെൻഡർ വല്ലതും കൊടുത്തിരുന്നോ? ഇല്ല, ടെൻഡറൊന്നും കൊടുത്തില്ല. നമ്മുടെ ജീവനക്കാരെല്ലാം വെച്ചിട്ട് നമ്മുടെ ജീവനക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നിട്ട് പുള്ളിയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരുപാട് താമസിച്ചു ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പരാതി വന്നുകൊണ്ടാണ് ഇത്തവണ വേഗത്തിൽ ചെയ്തത്. ഞാൻ ചെരുപ്പൊക്കെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ട് ചെരുപ്പൊക്കെ മാറ്റാനുള്ള സംവിധാനവും ബാക്കിയുള്ളതൊക്കെ ചെയ്തതാണ്. ഞാൻ ക്ഷേത്രത്തിന് മുമ്പിൽ മുഴുവൻ ചെരുപ്പൊക്കെ കിടന്നുകൊണ്ട് മാറ്റാൻ പിറ്റേ ദിവസം എന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധി കാണിച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അത്രേ ഉള്ളൂ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, നമ്മൾ ഇന്നലെ തന്നെ കൊടുത്താണ് ഈ വാർത്ത. ഇതിന് കൃത്യമായി മേയർ മറുപടിയും നൽകിയിരുന്നു. അവിടെ വൃത്തിയാക്കാൻ ചുമതലപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ അല്ലെങ്കിൽ ക്ഷേത്രം ട്രസ്റ്റ് ഇത് വൃത്തിയാക്കാൻ വൈകിയത് അവിടെ പൊങ്കാല കൊണ്ട് ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നില്ല. നമ്മൾ എല്ലാവരും അറിയുന്നത് ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ആ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വലിയ ഉത്സവമാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അതിന് ശേഷവും അവിടെ ബന്ധപ്പെട്ട ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ അവസാനിക്കാതെ അവിടെ ഈ ഉത്സവം അവസാനിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം കുത്തിയോട്ടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ശുചീകരിക്കുന്നതിന് താമസം വന്നത് എന്ന് ക്ഷേത്രം ട്രസ്റ്റ് പറയുകയും ചെയ്തു. മേയറും അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കിയ അല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ കള്ളക്കളി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പ്രശാന്ത്, അങ്ങനെയല്ലേ? വിനോദ, ക്ഷേത്രത്തിലെ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്, അതായത് നീക്കം ചെയ്യാതെ കിടക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ വലിയ രീതിയിൽ നഗരസഭയെ വിമർശിച്ചത്. മന്ത്രിയുടെ പത്രസമ്മേളനത്തിലടക്കം വലിയ ടാബ് ഉപയോഗിച്ചുകൊണ്ട് അതിലെ ചിത്രങ്ങളെല്ലാം കാണിച്ചു തന്നു. ക്ഷേത്ര പരിസരത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്, നീക്കം ചെയ്യുന്നില്ല, ഇത് നഗരസഭയുടെ പിടിപ്പുകേടാണ് എന്നതടക്കമുള്ളതായിരുന്നു ആരോപണമായിട്ട് ഉന്നയിച്ചത്. പലതവണ ഇത്തരത്തിൽ CPMൻ്റെ നേതാക്കന്മാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ശരത് കുമാർ, ഈ ആറ്റുകാൽ ദേവസ്വത്തിൻ്റെ അവിടുത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് സെക്രട്ടറിയാണ് ശരത് കുമാർ ഇത്തരത്തിൽ പറഞ്ഞത്. ഈ ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാലാകാലങ്ങളിലായിട്ട് അങ്ങനെയാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നു നീക്കം ചെയ്യാൻ. എന്നാൽ കഴിഞ്ഞ വർഷം നീക്കം ചെയ്യാൻ കുറേ താമസിച്ചു. ഈ വർഷം അത്ര താമസിച്ചില്ല. ഈ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൊല്ലം പരാതിയൊക്കെ വന്നതുകൊണ്ട് ഇത്തവണ നേരത്തെ തന്നെ നടത്തുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം വന്നു. തങ്ങൾ ആരോടും ഇത്തരത്തിൽ പരാതി പറഞ്ഞിട്ടില്ല. മാലിന്യം നീക്കം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ട്രസ്റ്റിന് തന്നെയാണ്. ട്രസ്റ്റിലെ അംഗങ്ങളാണ് ഇത്തരത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത്. മാത്രമല്ല മറ്റാരെങ്കിലും ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ ഇതിനോടൊപ്പം തന്നെ തങ്ങളെ സഹായിക്കാൻ കൂടുന്നെങ്കിൽ അതിന് വിരോധമില്ല എന്നും പറയുകയും ചെയ്തു. എന്തായാലും ഈ വിഷയം വന്നതോടുകൂടി തന്നെ, ഈ സെക്രട്ടറിയുടെ പരാമർശം വന്നതോടുകൂടി തന്നെ, അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലൊക്കെ വന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ CPMൻ്റെ സൈബർ സെല്ലെല്ലാം ഇത്തരത്തിൽ പെട്ടുപോയ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിലൂടെ കടന്നു പോകുന്നത്. കാരണം ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം നഗരം ഒന്നാകെ, ഇടറോഡുകൾ ഉൾപ്പെടെയുള്ള നഗരം ഒന്നാകെ വൃത്തിയാക്കി. മേയറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ വൃത്തിയാക്കൽ നടന്നത്, ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. നമുക്കറിയാം പുലർച്ചെ 3 മണിവരെ മേയർ
ഉറങ്ങാതെ തന്നെ വിവിധ മേഖലകൾ സന്ദർശിക്കുകയും അവിടെയെല്ലാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം പൂർണ്ണമായും ഇത്തരത്തിൽ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു എന്നത് ഉറപ്പുവരുത്തിയ ശേഷമാണ് മേയർ പോലും അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയിരിക്കെ ഈ പ്രവർത്തനം, അതായത് ഇത്തരത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റി. ആദ്യഘട്ടത്തിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നഗരസഭയുടെ ഈ ഇടപെടലിനെ പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPക്ക് അനുകൂലമായി വരികയും നിരവധി പേര് മേയറെയും BJPയെയും നഗരസഭാ ഭരണസമിതിയെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അഭിനന്ദന പോസ്റ്റുകൾ നിറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇത്തരത്തിൽ തിരിഞ്ഞൊരു പ്രചരണത്തിലേക്ക് വന്നത്. ആ തിരിഞ്ഞ് പ്രചരണത്തിൽ വന്നതെടുത്ത വിഷയമാണ് ക്ഷേത്ര പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ല, അത് നഗരസഭയുടെ പിടിപ്പുകേടാണ്, അവിടെ കെട്ടിക്കിടക്കുന്നു മാലിന്യം എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടാകുകയും അത് ചിത്രങ്ങളടക്കം എടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഈ സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ വന്നതോടുകൂടി തന്നെ CPM നേതൃത്വവും വി ശിവൻകുട്ടിയും അടക്കമുള്ളവർ വെട്ടിലായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പറഞ്ഞത് അബദ്ധമായി പോയി എന്നൊരു തോന്നലാണ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യത്തിൽ നഗരസഭയെ ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കുകയും അതിലൂടെ വോട്ട് സമ്പാദിക്കുക എന്നതൊക്കെയുള്ളൊരു ലക്ഷ്യമായിരുന്നു ഇവർക്ക് പിന്നിലുണ്ടായിരുന്നത്. മാത്രമല്ല നഗരസഭയുടെ പ്രവർത്തനം ഒരു ഭരണസമിതി മാറി വരികയാണ്. കഴിഞ്ഞ 40 കൊല്ലം ഭരിച്ചത് CPMൻ്റെ ഭരണസമിതിയാണ്. അവിടെ നിന്നാണ് BJP അവരെ തൂത്ത് കളഞ്ഞുകൊണ്ട് BJP ഭരണസമിതി വന്നത്. അപ്പോൾ BJP ഭരണസമിതിക്ക് ഒന്നും ചെയ്യാനായില്ല. ഈ ആചാര സംരക്ഷണമൊക്കെ പറയുന്ന BJP അത് വാക്കുകൾ മാത്രമേ ഉള്ളൂ, ക്ഷേത്ര പരിസരത്തൊക്കെ മാലിന്യം കെട്ടിക്കിടക്കുന്നല്ലോ, എങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളായിരുന്നു ഇവർ നടത്തിയത്. എന്തായാലും അത് വേണ്ടത്ര വിജയിച്ചില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ കൈകാര്യം ചെയ്തതിൽ രീതി തെറ്റായിപ്പോയെന്നതടക്കമുള്ള ചില അടക്കം പറച്ചിലുകൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മാലിന്യ വിഷയത്തിൽ വലിയ രീതിയിൽ തുടക്കത്തിൽ നഗരസഭയെ വിമർശിച്ചെത്തിയതാണെങ്കിൽ പോലും ആ ബലൂൺ ഊതിപ്പെരിപ്പിച്ച ബലൂണായി മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഇത്തരത്തിൽ CPM മന്ത്രിയും അടക്കമുള്ളവർ വെട്ടിലാകുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അതിന് മേയർ കൂടി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ മേയർ കൂടി സംസാരിച്ചിരുന്നു പിന്നീട് പത്രസമ്മേളനത്തിൽ. ഇതോടുകൂടി തന്നെ ഈ CPMൻ്റെ കള്ളി പൊളിയുന്നൊരു സാഹചര്യമുണ്ടായത്. മാത്രമല്ല പൊതുജനങ്ങൾ വ്യാപകമായിട്ട് വിമർശനം ഉന്നയിച്ചു. അത് സാമൂഹ്യ മാധ്യമത്തിലായാലും ശരി, നമ്മളോട് നേരിട്ട് ഫോൺ വിളിച്ചായാലും ശരി, വ്യാപകമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള നടപടി അത് ശരിയല്ല, എല്ലാവരും കണ്ടതാണ് നഗരസഭ എങ്ങനെയാണ് പെരുമാറിയത്. അത് വസ്തുത എന്നിരിക്കെ പിന്നീട് എന്തിന് ഇത് രാഷ്ട്രീയം കളിക്കുന്നു എന്ന നിലയിൽ CPMനെ വിമർശിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പോസ്റ്റുകൾ നിറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതോടുകൂടി തന്നെ CPM പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാകുകയും വെട്ടിലാകുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ പൊങ്കാല വിഷയം എടുത്തുകൊണ്ട് പൊങ്കാലയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നില്ല എന്നടക്കമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് BJPയെയും നഗരസഭയെയും പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിച്ചതെങ്കിൽ CPM സ്വയം പ്രതിരോധത്തിലാവുകയാണ് ചെയ്തത്. അതെ, വ്യക്തമാണ്.